രാവിലെ 5:30 ആയപ്പോൾ തന്നെ സ്റ്റേ ചെയ്തിരുന്ന അക്കോമഡേഷനിൽ നിന്ന് വണ്ടിയെടുത്ത് നേരെ ധനുഷ്കോടി വ്യൂ പോയിന്റിലേക്ക് പോവാണ്. വെൽക്കം ടു ദ ഡേ 2 ഓഫ് കേരള ടു ധനുഷ്കോടി ബൈക്ക് ട്രിപ്പ്. അധികം ആൾ കൂടുന്നതിന് മുന്നേ ധനുഷ്കോടി വ്യൂ പോയിന്റിലെത്തി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി പറപ്പിച്ചു വിട്ടതാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും തന്നെ ഒത്തിരി ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അരിച്ചൽ മുനയെന്നും ലാൻഡ്സ് എൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വ്യൂ പോയിന്റിൽ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് അവിടെ നിന്നുമുള്ള സൂര്യോദയവും ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. നമ്മൾ എത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം നല്ല ജനക്കൂട്ടം ഇവിടെ എത്തിയിരുന്നു. ചെറുകിട കച്ചവടക്കാരും ചെറിയ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ശ്രീലങ്ക കാണാമെന്ന് പറഞ്ഞു നിൽക്കുന്ന കുറച്ച് ആളുകളും ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ഫോട്ടോഗ്രാഫേഴ്സും ആ സമയത്തോടു കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു വശത്ത് നന്നായി തിരയടിക്കുന്ന ബംഗാൾ ഉൾക്കടലും മറുവശത്ത് ശാന്തമായി കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രവും കൂടിച്ചേരുന്ന ഒരു പ്രദേശമാണ് ധനുഷ്കോടി വ്യൂ പോയിന്റ്. ഇവിടെ നിന്നും കുറേയധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇപ്പോൾ നമ്മൾ ധനുഷ്കോടിയിലെ മറ്റ് സ്ഥലങ്ങൾ കാണുന്നതിനായിട്ട് പോവുകയാണ്. ആദ്യം ഇവിടെയുള്ള ലൈറ്റ് ഹൗസും ഓൾഡ് ചർച്ചുമാണ് നമ്മൾ കാണാൻ പോയത്. മുൻപ് ഇവിടെ ഉണ്ടായ സൈക്ലോൺ ദുരന്തത്തിൽ ഭാഗികമായി തകർന്ന ചർച്ച് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഇത്രയും കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചർച്ചിന്റെ മുന്നിലായി കാണുന്ന ഈ ചെറിയ കിണറിൽ നിന്നും എപ്പോഴും ശുദ്ധമായ ജലം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ചർച്ചിന്റെ പിറകിലായി കാണുന്ന ഈ ഭാഗത്ത് ഒത്തിരി വീടുകൾ മുൻപുണ്ടായിരുന്നു. ഈ സൈക്ലോണിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ നശിച്ചതോടുകൂടി ഇവിടെ ജനവാസയോഗ്യമല്ലാത്ത സ്ഥലമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ഇവിടെ നിലവിൽ കുറച്ച് മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് താമസിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് നമ്മൾ തിരികെ യാത്ര തുടങ്ങുകയാണ്. ധനുഷ്കോടി സീരീസ് ഇവിടെ അവസാനിക്കുന്നു. പുതിയ യാത്രകളുമായി see you guys in the next video. Until then, it's me Akash signing off. Bye bye.